ഫുട്ബോൾ മൈതാനത്ത് നമ്മൾ പല സേവുകളും കണ്ടിട്ടുണ്ട്. എന്നാൽ 1966 ഇംഗ്ലണ്ട് ലോകകപ്പിൽ നടന്ന ഒരു വമ്പൻ സേവിനെ കുറിച്ചാണ്. പക്ഷേ സേവ് നടന്നത് ഗോൾ പോസ്റ്റിന് മുന്നിലല്ല. പറഞ്ഞു വരുന്നത് ഒരു നായയുടെ കഥയാണ്. വെറും നായയല്ല, ലോകകപ്പിനെ തന്നെ രക്ഷിച്ച ആ ഒരു നായയുടെ കഥ. 1966 മാർച്ച് 19 ലോകകപ്പ് തുടങ്ങാൻ 4 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ഫുട്ബോൾ ലോകത്തെ നടുക്കിയ ആ വാർത്ത പുറത്തുവന്നത്. ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ സെൻട്രൽ ഹാളിൽ പ്രദർശനത്തിനായി വെച്ചിരുന്ന ലോകകപ്പ് കിരീടം കാണാതായി. വമ്പൻ സുരക്ഷയുണ്ടായിരുന്നിട്ടും പട്ടാപ്പകൽ വെറും 70 മിനിറ്റിനുള്ളിലാണ് മോഷ്ടാക്കൾ ലോകകപ്പുമായി കടന്നുകളഞ്ഞത്. ഫുട്ബോൾ ലോകം സ്തംഭിച്ചുപോയ നിമിഷങ്ങൾ. തൊട്ടുപിന്നാലെ ഫുട്ബോൾ അസോസിയേഷൻ ചെയർമാൻ ജോ മിയേഴ്സിന് ലോകകപ്പ് തിരിച്ചു നൽകണമെങ്കിൽ 15,000 പൗണ്ട് നൽകണം എന്നാവശ്യപ്പെട്ടുള്ള ഒരു ഭീഷണിക്കത്ത് ലഭിച്ചു. ട്രോഫിയുടെ മുകൾ ഭാഗം തെളിവായി അയച്ചുകൊണ്ടായിരുന്നു ഈ വിലപേശൽ. മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസ് പരക്കം പാഞ്ഞെങ്കിലും ഒരു കാര്യവുമുണ്ടായില്ല. ഒരു ഇടനിലക്കാരനെ മാത്രമേ അവർക്ക് പിടികൂടാനായുള്ളൂ. ലോകകപ്പ് ഇപ്പോഴും കാണാമറയത്ത് തന്നെ. മോഷണം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഹീറോയുടെ രംഗപ്രവേശം. ലണ്ടനിലെ അപ്പർ നോർഡ്വുഡിൽ ഡേവിഡ് കോർബറ്റ് എന്നാൾ പിക്കിൾസ് എന്ന തന്റെ നായയുമായി നടക്കാനിറങ്ങി. സമീപത്തെ കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് പത്രക്കടലാസിൽ പൊതിഞ്ഞൊരു വസ്തു പിക്കിൾസ് മണത്ത് കണ്ടുപിടിച്ചു. അത് ബോംബാണെന്ന് ഡേവിഡ് ആദ്യം ഭയന്നെങ്കിലും ഒരു കൗതുകം കൊണ്ട് ആ പൊതിയുടെ അടിഭാഗം ചെറുതായി കീറി നോക്കി. ബ്രസീൽ, ജർമ്മനി, ഉറുഗ്വേ എന്നീ പേരുകൾ ആ സ്വർണ്ണപാത്രത്തിൽ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. തന്റെ നായ കണ്ടെത്തിയത് ലോകം മുഴുവൻ തിരയുന്ന ലോകകപ്പ് ട്രോഫിയാണെന്ന് ആവേശത്തോടെ ഡേവിഡ് തിരിച്ചറിഞ്ഞു. ട്രോഫി കണ്ടെത്തിയതോടെ പിക്കിൾസ് ഒറ്റ രാത്രി കൊണ്ട് ലോക പ്രശസ്തനായി. പിക്കിൾസിന് സ്പില്ലേഴ്സ് എന്ന കമ്പനി ജീവിതകാലം മുഴുവൻ സൗജന്യ ഭക്ഷണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കൂടാതെ ദ സ്പൈ വിത്ത് എ കോൾഡ് നോസ് എന്ന സിനിമയിൽ പിക്കിൾസ് വേഷമിടുകയും ചെയ്തു. 1966 ജൂലൈയിൽ ഇംഗ്ലണ്ട് ആദ്യമായി ലോകകപ്പ് ഉയർത്തിയപ്പോൾ ആ വിജയത്തിന് തിളക്കം കൂട്ടിയത് പിക്കിൾസ് വീണ്ടെടുത്ത ആ ട്രോഫിയായിരുന്നു. 1967 പിക്കിൾസ് വിടവാങ്ങിയെങ്കിലും ഇന്നും ഫുട്ബോൾ ലോകം ആ നായയെ നന്ദിയോടെ ഓർക്കാറുണ്ട്. വേൾഡ് കപ്പ് ടെസ്റ്റ് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.